നമ്മുടെ വീട്ടിൽ പലപ്പോഴും പല ബാഡ് സ്മെല്ല് ഉണ്ടാകാറുണ്ട്. അതായത് നമ്മളുടെ തുണികള്, നമ്മുടെ അപ്പോൾസ്റ്ററി ഐറ്റംസ്, കർട്ടനുകള്, ബെഡിങ് ഐറ്റംസ്, അതായത് ബെഡ്, തലേണ, അങ്ങനെയുള്ള സംഭവങ്ങള്, ബെഡ്ഷീറ്റ്സ്, ഇതിലൊക്കെ നമുക്ക് ബാഡ് സ്മെല്ല് ഫീൽ ചെയ്യാറുണ്ട്. അലക്കിയാലും അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ബാഡ് സ്മെല്ല് മാറ്റാനായിട്ട് വളരെ അടിപൊളിയായിട്ട് വീട്ടിൽ ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പറയുന്നത്. ഇത് കൊമേഴ്സ്യലി ചെയ്യാവുന്ന പ്രോഡക്റ്റ് തന്നെയാണ്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ പറയുന്നുണ്ട്. അതുകൂടാതെ അതിന്റെ പ്രൊപ്പോർഷന്, മേക്കിംഗ്, എങ്ങനെ ഇത് വിൽക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിന് നമുക്ക് ഫാബ്രിക് ഫ്രഷ്നർ എന്നാണ് പേര് കൊടുക്കുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് പറയുന്നത്. ഇതുപോലെയുള്ള ചെറുകിട ബിസിനസ്സുകളെ പറ്റിയുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി യൂട്യൂബിൽ അധികം ആരും പറഞ്ഞു കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും ഒരു പുതിയ ഐഡിയ എന്ന രീതിയിൽ നിങ്ങൾക്കിത് സ്വീകരിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യം വേണ്ടത് നമുക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ ആണ്. ഒരു കപ്പ് വേണം, 240 ml വേണം. പിന്നെ വേണ്ടത് റബ്ബിംഗ് ആൽക്കഹോൾ ആണ്. ഇത് നമുക്ക് നമ്മുടെ കെമിക്കൽ ഷോപ്പിൽ ചോദിച്ചാൽ മനസ്സിലാകും. വോഡ്ക വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷെ വോഡ്ക നിങ്ങൾക്ക് കോസ്റ്റ്ലി ആകും. റബ്ബിംഗ് ആൽക്കഹോൾ ആണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ. അരക്കപ്പ് 120 ml ആണ് വേണ്ടത്. പിന്നെ വേണ്ടത് എസെൻഷ്യൽ ഓയിൽ ആണ്. അത് നമുക്ക് 20-30 ഡ്രോപ്സ് ആണ് വേണ്ടത്. ഇതിൽ നമുക്ക് ഏത് ഫ്ലേവർ വേണേലും ഉപയോഗിക്കാം. ലാവൻഡർ ഉപയോഗിക്കാം, ലെമൺ ഉപയോഗിക്കാം, യുക്കാലിപ്സ് ഉപയോഗിക്കാം. ആ ടൈപ്പിൽ ഏത് വേണമെങ്കിലും ഇതിൽ ഉപയോഗിക്കാം. ഡിപ്പെൻഡ് അപ്പോൺ യു, നിങ്ങളുടെ ആ ഒരു ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡയാണ്, 1 ടീസ്പൂൺ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. ഇതിന്റെ പ്രിപ്പറേഷൻ ഇനി എങ്ങനെയാണ് എന്ന് നോക്കാം. നല്ല ഒരു ക്ലീൻഡ് ആയിട്ടുള്ള ഒരു മിക്സിംഗ് ബൗൾ എടുക്കുക, ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഡിസ്റ്റിൽഡ് വാട്ടറും ഈ റബ്ബിംഗ് ആൽക്കഹോളും കൂടെ ഒരുമിച്ചൊഴിച്ച് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം നമ്മളുടെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ട് അത് ഇളക്കുക. അതൊന്ന് ഡിസോൾവ് ആകുന്നത് വരെ ഇളക്കുക. ഇനിയാണ് നമ്മളുടെ എസെൻഷ്യൽ ഓയിൽ, ആ 20-30 തുള്ളി നമ്മൾ പറഞ്ഞിരുന്നത്, അത് ഇതിലേക്ക് ഒഴിച്ച് വീണ്ടും നന്നായിട്ട് ഇളക്കുക. അതിന്റെ ഫ്ലേവർ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി ഈ ഒരു മിക്സ്ചർ നമ്മൾ ബോട്ടിൽ ചെയ്യണം. അതായത് നമ്മൾ ക്ലീൻ ആയിട്ടുള്ള സ്പ്രേ ബോട്ടിൽസ് കിട്ടും. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസം ബോട്ടിൽസിന്റെ വീഡിയോ ചെയ്തു. അതിനകത്ത് സ്പ്രേ ബോട്ടിൽസ് അവിടെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടു നോക്കുക. അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ബോട്ടിൽസ് വാങ്ങിയിട്ട് അതിനകത്ത് ക്ലീൻ ആയിട്ട് അതിനകത്തേക്ക് ഒഴിച്ച് ഫില്ല് ചെയ്യുക, ക്യാപ്പ് ചെയ്യുക. ഇത്രേ ഉള്ളൂ പരിപാടി. ഇത് നമുക്ക് ലേബൽ ഒട്ടിച്ച് നമ്മളുടെ ബ്രാൻഡായിട്ട് മാർക്കറ്റിൽ കൊടുക്കാം. അവിടെ കൃത്യമായിട്ടൊരു കാര്യം എഴുതിയിരിക്കണം. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നന്നായിട്ട് ഷേക്ക് ചെയ്തതിനു ശേഷം, നന്നായിട്ട് കുലുക്കിയതിനു ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് എഴുതിയേക്കണം. ഇതിന് എന്താണ് ചെയ്യേണ്ടത്? എടുക്കുമ്പോൾ, അതായത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് ഷേക്ക് ചെയ്തതിനു ശേഷം ഈ സാധനം നമ്മളുടെ എവിടെ നിന്നാണോ ബാഡ് സ്മെല്ല് വരുന്നത് അവിടോട്ട് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ലൈറ്റ്ലി സ്പ്രേ ആണ് ചെയ്യേണ്ടത്. ഫാബ്രിക്കിലാണെങ്കിൽ, അതായത് ക്ലോത്തുകളാണെങ്കിലും, അപ്പോൾസ്റ്ററി ആണെങ്കിലും, കർട്ടൻ ആണെങ്കിലും, ബെഡിങ്സുകളാണെങ്കിലും, ഇതിലേക്കൊക്കെ ഒരു 6-8 ഇഞ്ച് വ്യത്യാസത്തിൽ നിന്നുകൊണ്ട് ലൈറ്റ്ലി സ്പ്രേ ആണ് ചെയ്യേണ്ടത്. അതിലേക്ക് കയറ്റി അങ്ങ് അടിക്കരുത്. അത് എയർ ഡ്രൈ ആയിക്കോളും. കാരണം ഇതിനകത്ത് ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ളതുകൊണ്ട് എയർ ഡ്രൈ ആയിക്കോളും. അത് ആൽക്കഹോൾ ഇവാപറേറ്റ് ആയി പോകും. അതിനുശേഷം അത് നല്ല ആ ഒരു സ്മെല്ല് നിങ്ങൾക്ക് ദിവസം മുഴുവൻ തരും. ഇതിന്റെ ബെനിഫിറ്റ്സ് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ബാഡ് സ്മെല്ല് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് കസ്റ്റമൈസ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഉപയോഗിക്കാം. ഇഷ്ടമുള്ള ഫ്രാഗ്രൻസ് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഫാബ്രിക്കുകളിലൊക്കെ ഏത് ഫാബ്രിക്കിൽ ഉപയോഗിച്ചാലും സേഫ് ആണ് ഇത്. വേറെ അതിന് പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഇക്കോ ഫ്രണ്ട്ലി ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അതായത് കസ്റ്റമറിന് താങ്ങാൻ പറ്റുന്ന ഒരു കോസ്റ്റിൽ ഇത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിന്റെ ഷെൽഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ വിതൗട്ട് പ്രിസർവേറ്റീവ് ആണെങ്കിൽ 2 മാസം വരെ ഷെൽഫ് ലൈഫ് കിട്ടും സാധാരണ അന്തരീക്ഷത്തിൽ. ഇനി പ്രിസർവേറ്റീവ് ചേർത്താണെങ്കിൽ നമുക്ക് 6 മാസം വരെ ലൈഫ് കൊടുക്കാൻ പറ്റും. പ്രിസർവേറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റാമിൻ ഇ ഓയിലാണ്. അതിന്റെ ടാബ്ലറ്റ്, ഒരു പച്ച ടാബ്ലറ്റ് മെഡിക്കൽ ഷോപ്പിൽ കിട്ടും. അവിടെ നിന്ന് വാങ്ങിച്ച് ഒരെണ്ണം അതിനകത്തേക്ക് പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് ഇളക്കിയാൽ മാത്രം മതിയാകും. ഇതിന്റെ കോസ്റ്റും കാര്യങ്ങളും ഒക്കെ വർക്കൗട്ട് ചെയ്താൽ ചെറിയൊരു ഐഡിയ തരാം. ഈ 500 ml ഉണ്ടാക്കുന്നതിന് നമുക്കൊരു 60 രൂപയുടെ അടുത്താകും. 60 രൂപ തൊട്ട് 70 രൂപയുടെ അടുത്ത് ആകും. അത് ഡിപെൻഡ് അപ്പോൺ ദ ലോക്കൽ മാർക്കറ്റ് ആണ്. പിന്നെ ഇതിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 500 ml ഒരു 150 തൊട്ട് 200 രൂപയ്ക്കുള്ളിൽ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ പോയാലും നമുക്ക് ഒരു 100 രൂപയ്ക്ക് മുകളിൽ പ്രോഫിറ്റ് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. നമുക്കൊരു 100 ബോട്ടിൽ ഒരു മാസം വിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ 10,000 രൂപ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണിത്.
നിങ്ങൾ ജസ്റ്റ് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉപയോഗം ഉള്ളതായിട്ട്, അല്ലെങ്കിൽ ആ മണമൊക്കെ ഒരു ദിവസം മുഴുവൻ നിൽക്കുന്നുണ്ട്, നല്ലതാണ്, റൂമിനൊരു ഫ്രഷ് അറ്റ്മോസ്ഫിയർ ആംബിയൻസ് കിട്ടുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ കൊമേഴ്സ്യലി പ്രൊഡക്ഷൻ എടുക്കാവുന്നതാണ്, വർക്ക്ഔട്ട് ചെയ്ത് വിൽക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.